സൂറത്തുന്നൂറിൽ 10 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. വ്യഭിചാരത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ഭൗതികമായ നിലക്കുള്ള ശിക്ഷയും, അതുപോലെ വ്യഭിചാരാരോപണം നിർവഹിക്കുന്നവർക്കുള്ള ശിക്ഷയും, ഇനി ആ ആരോപണം തന്നെ സ്വന്തം ഇണയെക്കുറിച്ചാകുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ വിശദമായി തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്. ഇനി മുതൽക്കുള്ള ഏതാനും ആയത്തുകൾ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മുനാഫിക്കുകളും അവരോടൊട്ടി നിൽക്കുന്ന മറ്റു ചില ശത്രുക്കളും നടത്തിയ ഒരു ദുരാരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതീർണമായിട്ടുള്ള സൂക്തങ്ങളാണ്. വ്യഭിചാരാരോപണം നിർവഹിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൻ്റെ നേരെയാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. അതുതന്നെയും ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ മുഴുവൻ മാതാവായി ഗണിക്കപ്പെടുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചായിരുന്നു. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നിട്ടുള്ള ഗുരുതരമായ ഈ ആരോപണത്തിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് മഹദിയായ നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അവതീർണമായിട്ടുള്ള ഏതാനും ആയത്തുകളിലൂടെയാണ് ഇനി നമുക്ക് കടന്നു പോകുവാനുള്ളത്. ആ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റേതായ ആശയങ്ങളുടെയും വിശദീകരണത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഈ ആയത്തുകൾ ഇറങ്ങുവാനുണ്ടായ പശ്ചാത്തലം ഒരൽപ്പം വിശദമായി തന്നെ ആ ചരിത്രം നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹീഹായ ഹദീസുകളിലെല്ലാം സ്ഥിരപ്പെട്ടു വന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനുൽ മുസ്തലഖ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് അവരോടും യുദ്ധത്തിൻ്റെ ഒരുങ്ങേണ്ടുന്നൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി ഇസ്ലാമിക ചരിത്രത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യാത്രാവേളകളിൽ അവിടുത്തെ പതിവ് എവിടേക്ക് പുറപ്പെടുകയാണെങ്കിലും, അത് യുദ്ധയാത്രയാണെങ്കിലും മറ്റേത് യാത്രകളാണെങ്കിലും, കൂടെ കൊണ്ടുപോകേണ്ടുന്ന ഭാര്യ ആരാണെന്ന് നറുക്കെടുപ്പിലൂടെയാണ് അവിടുന്ന് തീരുമാനമെടുത്തിരുന്നത്. അങ്ങനെ ബനുൽ മുസ്തലഖ് യുദ്ധം എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ആ നറുക്ക് വീണത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. അങ്ങനെ ആ യുദ്ധയാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ പുറപ്പെടാൻ അവസരം കിട്ടിയത് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കായിരുന്നു. ചുരുക്കി പറയുകയാണ്, ആ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ മദീനക്കടുത്തെത്താറായ സന്ദർഭത്തിൽ, തിരിച്ചു വരുന്ന വേളയിൽ മദീനയിലെത്തിയിട്ടില്ല, മദീനയോടടുത്ത ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു പ്രദേശത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സൈന്യങ്ങളും ഒരു താവളത്തിൽ അവിടെ ഇറങ്ങുകയാണ്. ആ സമയത്ത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറത്തേക്ക് പോയി. അവർ ഒരു ഹൗദജിലാണുള്ളത്, ഒരൊട്ടകക്കട്ടിൽ, ഒരൊട്ടകക്കൂടാരം. അതിലായിരുന്നു ഉമ്മ യാത്ര ചെയ്തിരുന്നത്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് തിരിഞ്ഞപ്പോൾ ഉമ്മ മലമൂത്ര വിസർജന ആവശ്യാർത്ഥം അവർ അല്പം ദൂരേക്ക് പോയി, കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഉമ്മ തന്നെ ആ രംഗം പറയുകയാണ്, ഫലമ്മ ഖദൈതു ശഅനി, എൻ്റെ ആവശ്യം നിർവഹണം കഴിഞ്ഞ് ഞാൻ എൻ്റെ
ഒട്ടകത്തിൻ്റെ സമീപത്തേക്ക്, ഒട്ടകക്കൂടാരത്തിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിയപ്പോൾ, ഞാൻ എൻ്റെ മാറിൽ തപ്പി നോക്കിയപ്പോൾ ഞാൻ അണിഞ്ഞിട്ടുള്ള എൻ്റെ മാല കാണുവാനില്ല. ആ മാല എന്നിൽ നിന്ന് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതും അന്വേഷിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ നടന്നുപോയ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ നടന്നുപോയ വഴിയിലൂടെ ഞാൻ തിരിഞ്ഞു നടന്നു. അങ്ങനെ അന്വേഷണം പൂർത്തിയായി. ഞാൻ മാലയും കിട്ടി തിരിച്ചു വരുമ്പോഴേക്ക് സ്വഹാബത്ത് അവരൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഞാൻ സാധാരണഗതിയിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്ന ഹൗദജ്, ആ ഒട്ടകക്കട്ടിൽ, ഒട്ടകക്കൂടാരത്തിൽ ഞാനതിൽ ഉണ്ട് എന്ന ധാരണയിൽ സഹാബിമാരത് വാഹനപ്പുറത്ത് കയറ്റിവെച്ച് നബിയും സഹാബിമാരുമൊക്കെ സ്ഥലം വിട്ടിരുന്നു. മാത്രമല്ല, അവർ പറയുകയാണ്, അങ്ങനെ അവർക്ക് ആ ഹൗദജ്, ആ ഒട്ടകക്കൂടാരം എടുത്ത് വാഹനത്തിൽ വെക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഞാനില്ല എന്നവർക്ക് തോന്നുക പോലും ചെയ്യാതിരിക്കാൻ കാരണം, അന്ന് ഞാൻ വളരെ ഒരു മെലിഞ്ഞൊട്ടിയ ഒരു പ്രകൃതക്കാരിയായിരുന്നു. തീരെ ശരീരം വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒട്ടകക്കൂടാരത്തിലുണ്ട് എന്ന ധാരണയിലാണ് സഹാബിമാർ അത് വാഹനപ്പുറത്ത് കയറ്റിവെച്ച് പ്രവാചകനും സഹാബിമാരുമൊക്കെ യാത്ര പോയത്. ഇതിലൊക്കെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, പിന്നീട് മറക്കാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യാത്ര പോയപ്പോൾ ഒരൊട്ടകക്കൂടാരത്തിൻ്റെ മറയ്ക്കപ്പുറത്ത് മഹദിയായ നമ്മുടെ ഉമ്മയില്ല എന്ന വിവരം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും വലിയ ഔലിയാക്കളായി കാണുന്ന നേതാക്കളൊക്കെ ആ സംഘത്തിലുണ്ട്. അവർക്കും ഉമ്മ പുറത്തു പോയിരിക്കുകയാണ്. അവർ ഈ ഹൗദജിൽ, ഒട്ടകക്കൂടാരത്തിലില്ല എന്ന മറഞ്ഞ വിവരം അറിയുവാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകണ്ടു കണ്ട പോലെ കാട്ടിപ്പറയുമെന്നും അവരെ എവിടെ നിന്ന് വിളിച്ചാലും വിളിപ്പുറത്ത് അവർ ഉത്തരം ചെയ്യുമെന്നും വിളിക്കുന്നവരെ അവൾ കേൾക്കുന്നുണ്ടെന്നും കാണുന്നുണ്ടെന്നും അവരുടെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും അവർക്കെല്ലാം അറിയാൻ സാധിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സഹാബത്തിൻ്റെയും ഈ ചരിത്രം നമുക്ക് ചില ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു നമ്മുടെ തൗഹീദിൽ യാതൊരു ന്യൂനതയുമില്ലാതെ കളങ്കമറ്റ നിലക്ക് മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാനതിൽ ഉണ്ട് എന്ന ധാരണയിൽ അവർ യാത്രയായി. അങ്ങനെ എൻ്റെ മാലയൊക്കെ കിട്ടി. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്ക് അവരെല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ ആരോട് എന്തു പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിൽ ഞാൻ അവിടെ തന്നെ തളർന്നിരുന്നു. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യുദ്ധയാത്രകളിലും മറ്റുള്ള യാത്രകളിലുമൊക്കെ അവിടുത്തേക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. സംഘത്തിൻ്റെ മുന്നിൽ ഒരു ദൂതൻ പോകാറുണ്ട്. അതെന്തിനാണ്? ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുക്കളുടെ പതിയിരുന്നുള്ള അറ്റാക്കുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ള നിലയ്ക്ക് സംഘമെത്തുന്നതിൻ്റെ മുമ്പേ ആ പ്രദേശം കവർ ചെയ്തു പോകുവാൻ ഒരു ദൂതനെ മുന്നിൽ വിടാറ് പതിവുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അതേപോലെ തന്നെ സംഘം പോയി കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ദൂതനെയും നിശ്ചയിക്കാറുണ്ടായിരുന്നു. വല്ലതും വീണുപോയതോ യാത്രാ അംഗങ്ങളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ തിരികെ എടുക്കുവാനും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ കണ്ടെടുക്കുവാനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ നിയോഗിക്കാറ് പതിവുള്ളത്. ഈ യാത്രയിൽ പിന്നിൽ വരാൻ നിശ്ചയിക്കപ്പെട്ടത് മഹാനായ സഹാബി സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയായിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഉമ്മ പറയുകയാണ്, അങ്ങനെ ഞാനിവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റക്കവിടെ ഇങ്ങനെ ഇരുന്ന് ആ ഇരുത്തത്തിൽ ഞാൻ ക്ഷീണത്താൽ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ പെട്ടെന്നതാ അവിടേക്ക് പിന്നീട് എൻ്റെ ഉറക്കത്തിനിടയിൽ പിന്നീട് ഞാൻ ഉണർന്നത് ഇസ്തിർജാഇന്റെ വാചകം കേട്ടുകൊണ്ടാണ്. ഇസ്തിർജാഇ എന്ന് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിനാണ് സാങ്കേതികമായി ഇസ്തിർജാഇ എന്ന് പറയുക. ഏതുപോലെ ഹൗഖലത്ത് എന്ന് പറയും. ഏതിന് പകരം?
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഹൗഖലത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിനെ തഹ്ലീൽ എന്ന് പറയും. സുബ്ഹാനല്ലാഹ് എന്നുള്ളതിനെ തസ്ബീഹ് എന്ന് പറയും. അല്ലാഹു അക്ബർ എന്നുള്ളതിനെ തക്ബീർ എന്ന് പറയും. അൽഹംദുലില്ലാ എന്നുള്ളതിനെ തഹ്മീദ് എന്ന് പറയും. ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ചുരുക്കി പറയുന്ന ചില സാങ്കേതിക പ്രയോഗങ്ങളാണ്. അപ്പൊ ഇസ്തിർജാഇന്റെ വാക്ക് കേട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കടന്നു വരുമ്പോ ഒരു കറുത്ത രൂപം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു കറുത്ത രൂപത്തെയാണ് കാണുന്നത്. ആ അവസരത്തിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് ഇസ്തിർജാഅ് നടത്തിയപ്പോഴാണ് ഞാൻ ഉണരുന്നത്. ഹിജാബിന്റെ വചനങ്ങൾ അവതരിക്കുന്നതിന്റെ മുമ്പ് എന്നെ കണ്ട് പരിചയമുണ്ട് സഫ്വാനിന്. അതുകൊണ്ട് തന്നെ എന്നെ കണ്ടപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് ആള് മനസ്സിലായി. ആ അവസരത്തിൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ മുഖമക്കനെ എടുത്ത് അണിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ജിൽബാബും അതെല്ലാം അണിഞ്ഞ് എൻ്റെ മുഖം ഞാൻ മറച്ചു. എന്നിട്ട് ഉമ്മ പറയുകയാണ്, വല്ലാഹി മാ കല്ലമനി കലിമത്തൻ, അല്ലാഹനെ തന്നെയാണ് സത്യം, സഫ്വാനിനോട് ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്താണ് ഈ കാണുന്നത് എന്ന അത്ഭുതകരമായ ആ ഒരു സംസാരം ഞാൻ കേട്ടതൊഴികെ സഫ്വാനിന്റെ നാവിൽ എന്ന ഒരക്ഷരം എന്നോട് ഇങ്ങോട്ടോ ഞാൻ അങ്ങോട്ടോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കലിമത്തും ഇതല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടുകൂടി ഈ രംഗം കണ്ടപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ഒട്ടകത്തെ അവിടെ മുട്ടുകുത്തിച്ചു. ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കയറാൻ പാകത്തിൽ അതിനെ തരപ്പെടുത്തി കൊടുത്തു. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു. ഒട്ടകപ്പുറത്ത് കയറിയിരുന്നപ്പോൾ സഫ്വാൻ എന്ത് ചെയ്തു? ഫന്തലഖ യഖൂദു ബി അർറാഹില, ആ യാത്രാവാഹനത്തിന്റെ മൂക്ക് കയറും പിടിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ആ വാഹനത്തെയും നയിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. നടന്നുകൊണ്ട് വാഹനത്തിന്റെ മൂക്ക് കയറും പിടിച്ച് അദ്ദേഹം അങ്ങനെ എന്നെയും കൊണ്ട് യാത്രയായി. ഹത്താ തൈനൽ ജയ്ഷ്, അങ്ങനെ സംഘം അടുത്തൊരു താവളത്തിൽ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഞങ്ങൾ എത്തുന്നത് വരെ ഉച്ചയോടടുത്ത സമയത്താണ് ഞങ്ങൾ അവിടേക്ക് എത്തുന്നത്. അപ്പോഴേക്ക് നശിക്കേണ്ടവരൊക്കെ നശിച്ചിരുന്നു എന്ന് ഉമ്മ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ പിന്നീടുള്ള സംഭവമാണല്ലോ പറയുന്നത്. പക്ഷെ അപ്പൊ ഉമ്മാക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ അവസരത്തിൽ അവിടെ നിന്ന് അവരതിൽ നിന്ന് മദീനയിലെത്തി അവർക്ക് ഈ ഒരു ബേജാറും കാര്യങ്ങളുമൊക്കെയായിട്ട് അവർ രോഗിയായി.